ഏവർക്കും കടപ്പുറം കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേരള ചിക്കൻ റോസ്റ്റാണ്. 1 കിലോ കോഴി, അതിലേക്ക് 1 കിലോ കോഴി 20 കഷ്ണങ്ങളാക്കി മുറിച്ചത്. ഇതിലേക്ക് 1.5 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറുനാരങ്ങ നീര്. ഇത് വരട്ടി അരമണിക്കൂർ നേരം നന്നായി വരട്ടി വെക്കുക. അതിനുശേഷം എണ്ണ നന്നായി ചൂടായതിന് ശേഷം കോഴി കഷ്ണങ്ങൾ അതിലേക്ക് ഇടുക. ഇനി അടുത്തതായി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചിക്കൻ റോസ്റ്റ് കേരളൻ്റെ മസാലകളാണ്. അതിന് വേണ്ടത് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, തക്കാളി സോസ്, അതായത് ലേശം തക്കാളി മിക്സിയിലിട്ട് അരച്ച് ലേശം അതിൻ്റെ പേസ്റ്റാക്കി എടുക്കുക. പിന്നെ മസാലകൾ: മുളക് പൊടി 1.5 സ്പൂണ്, മല്ലിപ്പൊടി 1.5 സ്പൂണ്, ഇത്തിരി ഗരം മസാല, ഇത്തിരി കുരുമുളക് പൊടി. ഒരു കടായി വെച്ച് കടായി ചൂടായി കഴിഞ്ഞ് ഇനി നമുക്ക് കോഴി പൊരിച്ചതിൽ നിന്ന് എണ്ണ എടുക്കാം. ഇതാകുമ്പം ചൂടും ഉണ്ടാവും, പെട്ടെന്ന് നമുക്ക് എണ്ണ ചൂടായി കിട്ടും. എണ്ണ ചൂടായി കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നല്ലൊരു ബ്രൗൺ കളറ് വരോളം നമുക്ക് ചൂടാക്കി കൊടുക്കാം. ഇവിടെ കോഴി പൊരിച്ചത് റെഡിയായി കഴിഞ്ഞ് കോഴി കൂടുതൽ നല്ലോണം ഫ്രൈ ആക്കരുത്, ആവശ്യത്തിന് ഫ്രൈ ആക്കിയാൽ മതി. കൂടുതൽ കറുപ്പ് വരാൻ പാടില്ല. ഇതുമാതിരി ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ നമ്മളിനി മസാലൻ്റെ കൂടെ ഒരു തളയുണ്ട്, അതുകൊണ്ട് കൂടുതൽ വേണ്ട. ഇനി നമുക്ക് സവാള ഇടാം. ഉള്ളി ചേർക്കാം. കാരണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായി അതിൻ്റെ മണം വന്നു. ഇതൊരു ചുവപ്പ് കളർ വരുവോളം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്തിരി ഉപ്പിട്ടാൽ പെട്ടെന്ന് പരിപാടി കിട്ടും. ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നേരത്തെ നമ്മൾ വെച്ച മസാല ചേർക്കാം. മുളക് പൊടി,